ഒരു 10 വയസ്സുകാരൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി UAE അജ്മാനിൽ നിന്നും നാട്ടിലേക്ക് പോയി 4-5 ദിവസം അവിടെ നിന്ന് രക്തത്തിലെ മൂലകോശം അഥവാ സ്റ്റെം സെൽസ് എല്ലാം കൊടുത്ത് തിരിച്ചു വന്ന ഒരു മലയാളിയുണ്ട്, അംജദ് റഹ്മാൻ. ഒരുപക്ഷെ നമ്മളൊക്കെ ചിലപ്പോൾ രക്തം ദാനം ചെയ്യാൻ പോലും മടിക്കുന്ന ആളുകളുള്ള നാട്ടിൽ, അല്ലെങ്കിൽ അവയവദാനത്തിനൊക്കെ മടിക്കുന്ന ആളുകളുള്ള നാട്ടിലാണ് കഴിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ആളുകളെ കാണാറുണ്ട്. അവിടെയാണ് മജ്ജ മാറ്റിവെക്കലിന് സമാനമായിട്ടുള്ള ഒരു നടപടികളിലേക്കൊക്കെ പോയി സ്റ്റെം സെൽസ് കൊടുത്ത് തിരിച്ചു വന്നിട്ടുള്ളത്. മാത്രമല്ല ഈ 10 വയസ്സുകാരൻ ആരാണെന്ന് പോലും അറിയില്ല. ആദ്യം ഇത്രയും വലിയ ത്യാഗമെന്ന് ഞാൻ പറയുന്നില്ല, മറിച്ച് നല്ല ഒരു മനുഷ്യത്വം കാണിച്ച അംജത്തിന് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. നന്ദിയല്ല, സ്നേഹം. അംജത്ത് ഇത് കഴിഞ്ഞ് തിരിച്ച് ജോലിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ മനസ്സിൽ തോന്നുന്നത് എന്താ? എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തെന്ന് എനിക്കൊരു ചാൻസ് കിട്ടി. ശരിക്കും ഇതൊരു 10 ലക്ഷത്തിൽ ഒരാളുടെ മാച്ച് ആവുക സ്റ്റെം സെൽ ഡൊണേഷന്. പക്ഷെ അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഡൊണേഷൻ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ആ ഒരു ഭാഗ്യം ദൈവം എനിക്കാണ് തന്നത്. അപ്പോൾ അത് ഞാൻ നേരെ പോയി കൊടുത്തു. ഞാൻ പോലും കാണാത്തൊരു 10 വയസ്സായ കുട്ടിയാണ്. അപ്പോൾ ഞാൻ കൊടുത്ത് തിരിച്ചു വന്നിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ഹെൽത്ത് ഇഷ്യൂ ഒന്നുമില്ല. പലരും ഹെൽത്ത് ഇഷ്യൂവിൻ്റെ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു, പക്ഷേ എനിക്ക് ഇതുവരെയായിട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതല്ല ആർക്കാണ് കൊടുത്തതെന്ന് പോലും അറിയില്ല. ഇല്ല, എനിക്ക് ആകെ അറിയുന്നത് ഒരു 10 വയസ്സായ കുട്ടി, ഒരു 31 കിലോ വെയിറ്റുള്ള കുട്ടി, അതേ മാത്രമേ അറിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഈ വെയിറ്റ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സ്റ്റെം സെല്ലിൻ്റെ കൗണ്ട് കൊടുക്കുക. അപ്പോൾ അതും കൂടി നോക്കിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ആ കുട്ടീൻ്റെ അസുഖം സുഖമായതിനു ശേഷം ഏകദേശം 6 മാസമാവും ഈ കുട്ടിക്ക്. ഇത് ശരിക്കും എങ്ങനെ വെച്ചാൽ ആ കുട്ടീൻ്റെ ബ്ലഡ് മൊത്തം ചേഞ്ച് ആയിട്ട് മീൻസ് ഇതിൻ്റെ സ്റ്റെം സെല്ലായിരിക്കും അതിലേക്ക് പോവുക. അപ്പോൾ ആ കുട്ടീൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇതിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് നാളെ മുതൽ സെയിം ആയിരിക്കും. അപ്പം ഒരേ രക്തമായിരിക്കും, നാളെ മുതൽ സെയിം ബ്ലഡ് ആയിരിക്കും. അപ്പം ആ ഒരു ഇതാണ്. പിന്നെ കുട്ടിക്ക് അത്രയും ഇൻഫെക്ഷനൊക്കെ വരുന്ന സ്റ്റേജാണ് അത്. അപ്പോൾ അതുകൊണ്ട് കുട്ടീനെ ഇപ്പോൾ നമുക്ക് കാണിച്ചു തരില്ല. നമ്മൾ ആ കുട്ടീൻ്റെ അത് ഓക്കെ ആയതിനു ശേഷം ഏകദേശം 1 വർഷം എടുത്തിട്ട് മാത്രമേ നമുക്ക് കുട്ടീനെ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ്. നമ്മൾ പ്രാർത്ഥനയും അതാണ്. നമുക്കിതൊരു കുഴപ്പമില്ല, പക്ഷേ ആ കുട്ടീൻ്റെ അതുകൂടി നമ്മളതും കൂടി ഉപകാരപ്പെട്ടിട്ട് ആ കുട്ടി നല്ല ഹെൽത്തി ആയി നിൽക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു വലിയ പ്രോസസ്സായിരുന്നു. തീർച്ചയായും. ഇത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ 2014 MMO കോളേജിൽ പഠിക്കുമ്പോൾ ഒരു 7 മാസമായ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് സ്റ്റെം സെൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ അന്ന് നമ്മൾ ശരിക്കും നമ്മൾ കവിളില്ലേ, കവിളിൽ നിന്ന് അവൻ്റെ ബഡ്സ് വരെ സാധനം കൊണ്ട് ഉമ്മീര് ശേഖരിച്ചിട്ടാണ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ അന്ന് ഏകദേശം ധാത്രി പറഞ്ഞിട്ട് ടീമുണ്ട്, ഇന്ത്യ മൊത്തമുള്ള ഒരു ഓർഗനൈസേഷനാണ്. അവരാണ് ഇതിൻ്റെ ഡാറ്റ ഒക്കെ ഇന്ത്യയിൽ ചെയ്യുന്നത്. അവരുടെ അടുത്ത് ഏകദേശം ഒരു 6 ലക്ഷത്തോളം ഡാറ്റ ഉണ്ട്. അപ്പോൾ അന്ന് വന്ന കുട്ടീൻ്റെ എൻ്റെ ഇത് മാച്ച് ആയിട്ടില്ലായിരുന്നു. പിന്നെ അതിന് ശേഷം ഒരു 11 വർഷത്തിന് ശേഷം വേറെ കുട്ടീൻ്റെ മാച്ച് ചെയ്യണമെന്ന് അവർ വിളിച്ചതാണ്. ആ 10 ലക്ഷത്തിൽ ഒരാൾ മാച്ചായിട്ട് മാത്രം കാര്യമില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിൽ ഏകദേശം ഒരു 10-20ഓളം ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ബ്ലഡ് മുതൽ എല്ലാതും, എക്സ്റേ, ECG മുതൽ എല്ലാ ടെസ്റ്റും ചെയ്യും. അപ്പോൾ അതൊന്നും നമ്മൾ പ്രശ്നമുള്ള കാര്യമല്ല. നമ്മൾ ബോഡി മൊത്തം ടെസ്റ്റ് നമ്മൾ പക്ക ഓക്കെ ആണെങ്കിൽ മാത്രമേ അത് കൊടുക്കുകയുള്ളൂ, ആ കുട്ടിക്ക് എടുക്കുകയുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും വൈറസ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നാളെ ആ കുട്ടിക്ക് മാറും. കാരണം ആ കുട്ടീൻ്റെ ബ്ലഡ് മൊത്തം റീപ്ലേസ് ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും മാച്ച് ചെയ്യുമെന്ന് മനസ്സിലായതിനു ശേഷം അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? എല്ലാം ഓക്കെ ആയി എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും നാട്ടിലേക്ക് പോകണത്. നമ്മൾ അത്രയും പ്രാർത്ഥനയായിരുന്നു. കാരണം നമുക്ക് ഒരു അവസരം കിട്ടി, പക്ഷെ ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അത് മാച്ച് ആവുകൊണ്ട് എന്നോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ടെസ്റ്റുകളും ഞാൻ ചെയ്ത്, അവർ പറഞ്ഞ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് അവർക്ക് കൊടുത്തു. ലാസ്റ്റ് ടെസ്റ്റ് ചെയ്ത് 5 ദിവസം ഉണ്ടായിരുന്നു. 5 ദിവസം ഓരോ ഇഞ്ചക്ഷൻ ഉണ്ടാവും നമുക്ക്. നമ്മളെ സ്റ്റെം സെല്ലിൻ്റെ കൗണ്ട് നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ട് ചെയ്യും. അപ്പോൾ ഓരോ ഫസ്റ്റ് ദിവസം ലെഫ്റ്റ് ഹാൻഡ് ആണെങ്കിൽ സെക്കൻഡ് ദിവസം റൈറ്റ് ഹാൻഡ്, അങ്ങനെ മാറി മാറി ചെയ്യും. ചെറിയ ഒരു തലവേദന, ചെറിയൊരു ഊരവേദനയൊക്കെ അവരാദ്യം നമ്മൾ ഡോക്ടർ നമ്മളോട് പറയും ചെറിയൊരു ഇതുണ്ട്. പക്ഷേ ആ കുട്ടി അനുഭവിക്കുന്ന വേദനൻ്റെ അത്ര നോക്കുമ്പോൾ നമ്മളതൊന്നും ഒന്നുമല്ല, ചെറിയ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം അത് കഴിഞ്ഞ് 5ാമത്തെ ദിവസമാണ് ഈ ഡൊണേഷൻ വരിക. 5ാമത്തെ ദിവസം ഡൊണേഷൻ നമ്മൾ ഒരു കൈമന്ന് നമ്മൾ ബ്ലഡ് ഒരു മെഷീനിലേക്ക് കയറിയിട്ട് 4-5 മണിക്കൂറുള്ള പ്രോസസ്സാണ്. നേരെ കയറിയിട്ട് നമ്മൾ സ്റ്റെം സെൽ മാത്രം വേർതിരിച്ചിട്ട് തിരിച്ച് ആ ബ്ലഡ് നമ്മൾ റൈറ്റ് ഹാൻഡിലൂടെ കയറും. അപ്പം അത് ഹെൽത്തി ആയിരിക്കും. പിന്നെ അതിന് ശേഷം നമുക്ക് ചെറിയ ടാബ്ലറ്റ് ഇതൊക്കെ തന്നിട്ട് നമ്മൾ ഓക്കെ ആയിരിക്കും. ഇതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, ഇവിടുന്ന് ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്. കാരണം നമുക്ക് ലീവ് വേണം, തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ക്ഷീണം ഉണ്ടാവും. അത് എങ്ങനെയായിരുന്നു? ഞാൻ ഇവർക്ക് അറിയാം, ഇവരുടെ മാനേജറിൻ്റെ MDമാർക്ക് അറിയാം. അതേ ഞാൻ പാലിയേറ്റീവ് കെയർ ബ്ലഡ് ഡൊണേഷൻ കെയറിലൊക്കെ കോഴിക്കോട് ജില്ലാ പ്രസിഡൻ്റൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. പാലിയേറ്റീവ് കെയർ നമ്മളെ പണ്ടേ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇതിൻ്റെ ഇതെന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. അവർ പെട്ടെന്ന് നമ്മളോട് പോയിക്കോ എന്ന് പറഞ്ഞ് അങ്ങനെ നാട്ടിൽ പോയിട്ട് കൊടുത്തു. അതുപോലെ ഫാമിലിൻ്റെ സപ്പോർട്ടും അത് ഏറ്റവും വലിയ പ്രധാനമാണ്. നമുക്ക് പ്രശ്നമൊന്നും ഇല്ല എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ല, നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ ബ്ലഡ് കൊടുക്കുന്ന ആൾക്കാർക്ക് ആകെ 30 മിനിറ്റ് സമയമുള്ളൂ. അതുവരെ ആൾക്കാർ ഫാമിലി, നമുക്ക് ചില കേസിലാകുമ്പോൾ ഫാമിലീസിന് പേടിയാണ്. പക്ഷേ ഇതൊരു 5 ദിവസം പ്രോസസ് വലിയ എന്തോ ആണെന്ന് വെച്ച് വലിയ പ്രൊജക്റ്റ് തന്നെയാണ്, വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷേ നമ്മളെ ഫാമിലിൻ്റെ സപ്പോർട്ട് കൂടി നമുക്ക് ഉണ്ടാകുമ്പോൾ നമ്മളിതൊരു പ്രശ്നമല്ല. നമ്മൾ എന്തായാലും തയ്യാറാവുന്നത്. കാരണം വെച്ചാൽ നമ്മൾ അതേപോലുള്ള എനിക്ക് സെയിം ഏജിലുള്ളൊരു 9 ഏജിലുള്ളൊരു എനിയുണ്ട്, ബ്രദറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഫസ്റ്റ് അവൻ്റെ മുഖം തന്നെ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഇതിൽ ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. ഫാമിലി വീട്ടുകാർ എവിടെയാണ്? ഞാൻ കോഴിക്കോട് മുക്കം ചേനമംഗലൂരാണ്.
അപ്പോൾ ഉമ്മ ഉപ്പ 2 അനിയന്മാരുണ്ട്, പിന്നെ വൈഫും അങ്ങനെയാണുള്ളത്. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല, ഞാൻ ഫുള്ള് എറണാകുളത്ത് തന്നെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ പുറത്ത് ഇൻഫെക്ഷൻ ഒന്നും വരാൻ വേണ്ടിയിട്ട് അവർ നമ്മളെ പുറത്തായിരുന്നത്. ലാസ്റ്റ് ദിവസം മാത്രമാണ് ഹോസ്പിറ്റലിൽ പോവുക. എന്നെ കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് അവർ വന്നതായിരുന്നു. അംജത്ത് അജ്മാനിലാണ് ജോലി ചെയ്യുന്നത്. അംജത്ത് ജോലി ചെയ്യുന്ന സ്ഥാപനമാണിത്. സഹപ്രവർത്തകരുടെ ഒരു പിന്തുണ, അതോടൊപ്പം തന്നെ ഈ സ്വാഭാവികമായിട്ട് നമുക്ക് അവധിയൊക്കെ കിട്ടണമെങ്കിൽ മുതലാളിയൊക്കെ സമ്മതിക്കണ്ടോ? തീർച്ചയായും നമ്മൾ അജ്മാലിലുള്ള പെസ്കാഡ സീഫുഡ് റെസ്റ്റോറൻറ്റ് മാനേജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഭാഗത്തു നിന്ന് സപ്പോർട്ട് ഉണ്ടായി. പിന്നെ നമ്മൾ ഇവിടുത്തെ ജോബ് ഇതൊക്കെ നമ്മൾ ഫോണിൽ മാക്സിമം നമ്മൾ ചെയ്യാൻ പറ്റുന്ന നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ വെച്ചാൽ ഒരു ജീവിതം അവിടെ ഇങ്ങനെ കിടക്കുകയാണ്. നമ്മളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് എന്തായാലും ഇതാവുള്ളൂ. അപ്പോൾ നമ്മൾ തയ്യാറായിരുന്നു. അതിപ്പോൾ ഞാൻ UAE എന്നല്ല, ഞാൻ ലോകത്തെ എവിടെ ആണെങ്കിലും ഞാൻ അവിടെ എത്തും എന്നുള്ളതാണ്. കാരണം അത് ഞാൻ മാത്രമല്ല, എനിക്ക് ആ ഭാഗ്യം കിട്ടിയോണ്ട് മാത്രമാണ്. എൻ്റെ ഇപ്പോഴത്തെ എന്താ വെച്ചാൽ ഇതേ കേസ് ഇനി സെയിം ഭാവിയിൽ വരികയാണെങ്കിൽ വേറെ ആർക്കെങ്കിലും പോവുകയാണെങ്കിൽ എന്നോട് ചോദിച്ച് സംശയങ്ങൾ ചോദിക്കാം, നമുക്ക് പറഞ്ഞേക്കാം. എന്ന് വെച്ചാൽ എല്ലാവരും തയ്യാറാവുന്നതാണ്. പക്ഷേ സ്റ്റെംസെൽ ചിലപ്പോൾ 10 ലക്ഷത്തിൽ ഒരാളുടെ മാത്രമാണ് മാച്ച് ആയത്. അതേപോലെ ബ്ലഡ് കൊടുക്കാൻ ഏകദേശം 30 മിനിറ്റ് സമയം മതി. നമ്മളിപ്പോഴും ബ്ലഡിൻ്റെ കേസിൽ നമുക്ക് വരുന്നുണ്ട്. നമ്മൾ പലരും വിളിക്കുമ്പോൾ പലർക്കും പല എക്സ്ക്യൂസ് ആയിരിക്കും. പക്ഷേ അതൊന്നും ഒക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം, ഇതിന് പകരമായിട്ട് ലോകത്ത് ദൂരമായിട്ട് ഒന്നും കണ്ടെത്തിയിട്ടില്ല. ഇതാണ് നമ്മൾ ഏറ്റവും ഫേസ് ചെയ്യുന്നത്. ആളുകൾക്ക് പേടിയാണ് ബേസിക്കലി. ഓർഗൻ ഡൊണേഷൻ, ബ്ലഡ് ഡൊണേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. അതിൽ അങ്ങനെയുള്ള ആളുകളോട് എന്താണ് അഭിജിത്തിന് പറയാൻ? അല്ല, ഞാൻ പറഞ്ഞില്ലേ 10 ലക്ഷത്തിൽ ഒരാൾ ഇന്ത്യതായി എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമാണ്. മീൻസ് എനിക്ക് മാച്ച് ചെയ്യുന്നത് അത് നാളെ വേറെ ആരെങ്കിലും അവരും തയ്യാറാവും. കാരണം വെച്ചാൽ ഇതിന് ഇതേ മാർഗ്ഗമുള്ളൂ, വേറൊരു മാർഗ്ഗമില്ല. നമ്മൾ എന്ത് എക്സ്ക്യൂസ് ചെയ്താലും നമ്മൾ ചിലപ്പോൾ നമ്മളെ ഫാമിലിയൊന്നും ആർക്കും ഈ പ്രശ്നം ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് അറിയാത്തത്. ഈ ഒരു പ്രശ്നം അനുഭവിക്കുന്ന കുറേ ഫാമിലീസ് ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പം ബ്ലഡിന് പകരമായിട്ട് 30 മിനിറ്റ് മതി ബ്ലഡ് കൊടുക്കാൻ. എനിക്കിപ്പോൾ സ്റ്റെംസെൽ ഡൊണേഷൻ 5 ദിവസം സമയം വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു മനുഷ്യൻ പകരം കൈമാറാന്നുള്ളത് അതൊക്കെ ഉണ്ടാവുള്ളൂ. മരിച്ചു പോകുമ്പോൾ നമ്മളെടുത്ത് അതൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളോട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാം. അതാണ് ഈ പറഞ്ഞ കുട്ടിയെ ഒന്ന് കാണണമെന്നുണ്ട്. തീർച്ചയായും 1 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് കാണാൻ പറ്റുമെന്നുള്ളൊരിതുണ്ട്. അപ്പം അതായാലും കുഴപ്പമില്ല. നമുക്ക് എന്താ വെച്ചാൽ നമ്മളെ കൊണ്ട് ആ ഒരു പുതിയത് മാറിയല്ലോ. അപ്പം അത് റെഡി ആവട്ടെ. നമ്മളെ പ്രാർത്ഥന മൊത്തം അതാണ്. അത് സുഖമായിട്ട് കുട്ടി നല്ല ഇതാവുമ്പോൾ കാണാമെന്ന് വിചാരിക്കും. എവിടെയുള്ള കുട്ടിയാണോ ഒന്നും അറിയില്ല, മലയാളിയാണോ ഒന്നും അറിയില്ല. ആകെ ഈ 10 വയസ്സും 31 കിലോ വെയിറ്റ് മാത്രമേ അറിയുള്ളൂ. എനിക്ക് എല്ലാവരോടും പറയാണെന്ന് വെച്ചാൽ ഇത് 10 ലക്ഷത്തിൽ ഒരാൾ ഞാനാണെങ്കിലും ഭാഗ്യമാണെങ്കിലും ഇനിയും ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങളായിരിക്കും. അപ്പോൾ എന്തായാലും സന്നദ്ധാവുക. അതേപോലെ പറഞ്ഞില്ല, ബ്ലഡ് കൊടുക്കാൻ 30 മിനിറ്റ് ആയിരിക്കും. 3 മാസം കൂടുമ്പോൾ ഒരു 50 കിലോ വെയിറ്റുള്ള 18 വയസ്സ് തന്നെ എല്ലാവർക്കും ബ്ലഡ് കൊടുക്കാൻ കഴിയും. അപ്പോൾ അതിനെല്ലാവരും സന്നദ്ധാവുക. അത് ഞാനൊക്കെ ഏകദേശം ഒരു 33 തവണ ബ്ലഡ് കൊടുത്തിട്ടുണ്ട്. പേറ്റ്ലെറ്റ് ഉണ്ട്, ഒരു 6-7 തവണ പേറ്റ്ലെറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റെംസെൽ ഒരു തവണ ആയിട്ടുണ്ട്. ഇനിയും എന്ത് കേസ് വന്നാലും കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. കാരണം നമ്മൾ ഇത് കാണുന്നുണ്ട് സമൂഹത്തിന്. നമ്മളെ ബ്ലഡ് കൊണ്ട് കുറേ ആൾക്കാർക്ക് ഉപകാരപ്പെടുന്നത്, കുറേ പേഷ്യൻസിൽ രക്ഷപ്പെടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അവരെ സന്തോഷം ഇതൊക്കെ വലുതാണ്. ജോലിക്കിടയിൽ നിന്നും പോയി 4-5 ദിവസം നാട്ടിൽ നിന്ന് രക്തം അല്ലെങ്കിൽ മൂലകോശം സ്റ്റെംസെൽസ് കൊടുത്ത് തിരിച്ചു വരുന്നു. എന്നിട്ട് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നു. ആരോഗ്യത്തോടു കൂടി, ചിരിക്കുന്ന മുഖത്തോടു കൂടി നമുക്കൊപ്പം ഉണ്ട്. ഇത് തന്നെയാണ് ഏറ്റവും വലിയ സന്ദേശം. ഒന്നിനും പേടിക്കേണ്ടതില്ല. നമുക്ക് കൊടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ കൊടുക്കുക. കൂടെ നിർത്താൻ കഴിയുന്ന, സംരക്ഷിക്കാൻ കഴിയുന്ന, രക്ഷിക്കാൻ കഴിയുന്ന ആളുകളെ രക്ഷിക്കുക. നമ്മൾ ജീവിക്കുന്ന കാലത്ത് നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള, നമ്മളെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാം. അതാണ് വലിയ സന്തോഷം. ഏതായാലും പടച്ചവൻ അനുഗ്രഹിക്കുക. തീർച്ചയായും.